എൽസി ഉമ്മൻ കൂടി തത്സമയം സ്പോട്ട് ലൈവിൽ ചേരുന്നുണ്ട്. ഡോക്ടർ എൽസി ഉമ്മൻ, നമ്മൾ രണ്ട് കേസുകളെ കുറിച്ചാണ് പരിശോധിച്ചത്. അതായത് 11 വർഷങ്ങൾക്ക് മുൻപ് 2013 കുമളിയിൽ ഒരു 5 വയസ്സുകാരനെ സ്വന്തം അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. ആ കേസിൽ ഇന്ന് പ്രതികൾ കുറ്റക്കാരെന്ന് വിധിച്ച ദിവസമാണിത്. അല്പസമയത്തിനകം അവരുടെ ശിക്ഷ പ്രഖ്യാപിക്കും. ഇന്നലെ സമാനമായ മറ്റൊരു വാർത്ത പുറത്തു വന്നു. അതിലും ക്രൂരമായ ഒരു വാർത്ത. അതായത് കോതമംഗലത്ത് ഒരു ഇതര സംസ്ഥാനക്കാരുടെ മകളെ 6 വയസ്സുകാരിയെ രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവം. നമ്മൾ ഈ രണ്ടാനമ്മയുടെ അല്ലെങ്കിൽ രണ്ടാനച്ഛൻ്റെ ക്രൂരതയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പതിവായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പലപ്പോഴും താങ്കളടക്കം ഇവരുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചും ഇതുപോലുള്ള കുട്ടികൾ, ഈ രണ്ടാനമ്മയുടെ രണ്ടാനച്ഛൻ്റെയൊക്കെ ചൂഷണത്തിന് ഇരകളാകുന്ന കുട്ടികളെയൊക്കെ ഒരുപക്ഷെ കൗൺസിലിംഗ് ചെയ്യുന്നതായിരിക്കാം. എന്തായിരിക്കും ഇവരുടെ ഒരു മാനസികാവസ്ഥ? ഇങ്ങനെ ഈ കുട്ടികളോട് ക്രൂരത കാണിക്കാനുള്ള ഈ ഒരു മാനസികാവസ്ഥ, അവിടെ പലപ്പോഴും ഈ സ്വന്തം പിതാവ്, സ്വന്തം അച്ഛൻ നിസ്സഹായരാകുന്ന കാഴ്ച, അതൊക്കെ ആയിരിക്കുമോ ഇതുപോലുള്ള ക്രൂരതകൾ വർദ്ധിക്കാനുള്ള കാരണം? സ്വന്തം അച്ഛൻ നിസ്സഹായമായി ഇരിക്കുന്ന ഒരു അവസ്ഥ മാത്രമല്ല, ഇപ്പോൾ ഈ രണ്ടാനമ്മ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ 2 കേസുകളിലെയും പ്രത്യേകത എന്ന് പറയുന്നത്, സ്വന്തം അമ്മ അല്ലാത്ത ആളാണ് ആ കുട്ടിയെ കൊന്നുകളഞ്ഞത് അല്ലെങ്കിൽ ജീവൻ ഇല്ലാതാക്കിയത്. ഏത് വശം കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് കാരണം കൊണ്ടാണ് ഒരു രണ്ടാനമ്മ ആയത് എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് വ്യക്തമായി തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഓവർ ജനറലൈസ് ചെയ്ത് എല്ലാ രണ്ടാനമ്മമാരും ക്രൂരരാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ പരസ്യം കാണാറില്ല ഇന്നസെന്റ് ഡിവോഴ്സീസ് എന്നൊക്കെ. അപ്പൊ എല്ലാവരും ഇന്നസെന്റ് ഡിവോഴ്സീസ് ആവണമെന്നുമില്ല. ശരിക്കും പറഞ്ഞാല് ഏതെങ്കിലും ഒരു സ്വഭാവ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് യോജിച്ചു പോകാൻ കപ്പാസിറ്റി ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെരുമാറ്റ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ലഹരി പോലുള്ള ഉപയോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഈ കാലഘട്ടത്തിൽ സ്ത്രീകളും അത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ വരുന്നവരൊക്കെയും തന്നെ ഒരു രണ്ടാം വിവാഹത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു നൈസർഗിക സ്വഭാവം എന്ന് പറയുന്നത് തന്നെ മറ്റൊരാളുടെ കുട്ടിയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ തന്നെ ആയിരിക്കും. അത് തന്നെയല്ല ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളുള്ളവരോ, പ്രത്യേകിച്ചും വ്യക്തിത്വ വൈകല്യങ്ങൾ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധ ട്രേറ്റ്സ് ഒക്കെ ഉള്ളവർക്ക് ഒരിക്കലും ഒരു കുട്ടിയോട് ഒരു ബോണ്ടിങ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. അതിപ്പോ സ്വന്തം കുട്ടിയാവണമെന്നുമില്ല, അന്യന്റെ കുട്ടിയാവണമെന്നില്ല, സ്വന്തം കുട്ടിയോട് പോലും അവർക്ക് ശരിയായിട്ടുള്ള തരത്തിലുള്ള ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം ആ കുട്ടിയോട് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് തന്നെയല്ല, അവർക്കൊരു അനുകമ്പാ മനോഭാവം, ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു അനുകമ്പാ മനോഭാവം അല്ലെങ്കിൽ അത്രയും ഒരു നിർമ്മലതയുടെ ഒരു ഭാവം ഇതൊക്കെയും ഉണ്ടാകാൻ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് മാതൃത്വത്തിന്റെ ഭാവം എന്നൊക്കെ, ഇതൊക്കെയും അവരിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും തീരെ കുറവാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ അവരുടെ എന്തെങ്കിലും ഒരു സ്ഥാപിത താല്പര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനോ ഒക്കെ ആയിരിക്കാം ഈ മറ്റൊരു ബന്ധത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടി ഒരു തടസ്സമായിട്ട് തീരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം അവരുടെ ഒരു സ്വൈര വിഹാരത്തിനോ അല്ലെങ്കിൽ അവരെ ഈ കിട്ടിയ ഭർത്താവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോ ഒക്കെയും ഈ മറ്റൊരാളിന്റെ കുട്ടി അല്ലെങ്കിൽ ആദ്യ ഭാര്യയിലെ കുട്ടി തടസ്സമായിട്ട് നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെയല്ല, ഈ അച്ഛന് തീർച്ചയായിട്ടും ഈ കുട്ടിയോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകാമല്ലോ. അപ്പോ അവിടെ ഒരു മാത്സര്യ ബുദ്ധിയായി എന്നെക്കാട്ടിലും കൂടുതൽ ആ കുട്ടിക്ക് ഇമ്പോർട്ടൻസ് വരുന്നു അല്ലെങ്കിൽ ആ കുട്ടിയോട് പ്രയോറിറ്റി വരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ആ കുട്ടിയെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ക്രിമിനൽ ബുദ്ധി ഉള്ളവർക്ക് അല്ലെങ്കിൽ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നവർക്ക്, മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കൊക്കെയും അങ്ങനത്തെ ഒരു ബുദ്ധി വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെ ക്രൂര കൃത്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെയല്ല, അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കുറ്റബോധം പിന്നീട് വരാനും സാധ്യതയില്ല. കാരണം ഒരു വ്യക്തിക്ക് നല്ല വികാരങ്ങൾ അല്ലെങ്കിൽ ഊഷ്മളമായ ബന്ധത്തെ നിലനിർത്താൻ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു ബോണ്ടിങ്, ഇങ്ങനെ ഇതിന്റെയൊക്കെ കൂടെ തന്നെ നമ്മൾ ഈ പാക്കേജ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ളവരുടെ ഒരു സവിശേഷത തന്നെയാണ് കുറ്റബോധം എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ ഒരു പരിധി വരെയുള്ള കുറ്റബോധം ഉണ്ടാകുക അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുക നല്ലത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും അഥവാ ചിന്തകൾ വന്നാൽ പോലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു ധാരണയിൽ സ്വയം തിരുത്താനായിട്ട് തയ്യാറാവും. പക്ഷെ ഈ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളവര് അത്തരമൊരു കുറ്റബോധം വരാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകില്ല. അത് തന്നെയല്ല, ചെയ്ത കാര്യങ്ങൾക്ക് അവർക്കൊരു കുലുക്കമോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം നാഡീവ്യൂഹമുണ്ട്. ഈ നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനക്ഷമത കൊണ്ടാണ് ഇത്തരം നല്ല വികാരങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത്.
അപ്പൊ ഇത്തരം നാഡീവ്യൂഹങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ ഉള്ളവർക്കൊക്കെയും അതിന്റെ ക്ഷമത കുറവാണ്. അപ്പൊ അങ്ങനെയുള്ളവര് ഈ തരത്തിലുള്ള ക്രൈംസ് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളാണെന്ന് പോലും ആലോചിക്കാതെ ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ്. ഡോക്ടർ എൽസി ഉമ്മൻ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ രണ്ടാനമ്മയല്ല, സ്വന്തം അമ്മ പോലും ഈ സമീപകാലത്ത് സ്വന്തം മക്കളെ പിറന്നു വീണ ഉടൻ തന്നെ ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ വാർത്തകളൊക്കെ ഈ സമീപകാലത്ത് പുറത്തു വന്നതാണ്. ഇത് മുൻപത്തേക്കാൾ അധികമായി സ്ത്രീകൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവതികൾക്കിടയിൽ ഇത്തരം കുറ്റകൃത്യ വാസന വർദ്ധിക്കുന്നു. അതിൽ താങ്കൾ പറഞ്ഞതുപോലെ ഈ മാനസിക പ്രശ്നം, ലഹരിയുടെ ഉപയോഗം, ഇതൊക്കെ വർദ്ധിക്കുന്നുണ്ടായിരിക്കും, ഒരു കാരണമായിരിക്കും. അതിനപ്പുറം ഒരു സ്വാർത്ഥതാ മനോഭാവം, ഇതൊക്കെ ആയിരിക്കുമോ ഈ സ്ത്രീകളുടെ ഇടയിൽ ഈ കുറ്റകൃത്യ നിരക്കൊക്കെ വർദ്ധിക്കാനുള്ള കാരണം? ഇതൊക്കെയും തന്നെ കാരണങ്ങളാണ്. അതിനോടൊപ്പം തന്നെ പണ്ട് കാലത്തിനെക്കാട്ടിലും സ്ത്രീകൾക്ക് അവസരങ്ങൾ ഇപ്പോൾ ഒരുപാട് ലഭിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇനി മുതലുള്ള കാലത്ത് സ്ത്രീകളെ പഴയ പോലെ കൂട്ടിയിടണമെന്നോ അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം എന്നൊന്നും അല്ല. അത് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അർഹതയുള്ളത് തന്നെയാണ്, അവർക്കത് ലഭിക്കുകയും വേണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കുറയുന്നതനുസരിച്ച് അഥവാ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ പോലും അതിനുള്ള അവസരങ്ങളില്ലല്ലോ. ഇപ്പൊ അങ്ങനെയല്ല, സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും തുല്യ അവസരങ്ങളുണ്ട്. അപ്പോ അവസരങ്ങൾ ലഭിക്കുന്നത് തന്നെ ഇപ്പൊ നമ്മൾ ഒരു ജെൻഡറിനെ മാത്രം അതിനകത്തിൽ അങ്ങനെ കാണണ്ട, രണ്ടുപേർക്കും അവസരങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ട് രണ്ടുപേർക്കും കുറ്റകൃത്യങ്ങളുടെ തോതും കൂടുതൽ തന്നെയാണ് മുൻകാലത്തെ അപേക്ഷിച്ച്. അത് തന്നെയല്ല, ഇപ്പോൾ സ്വന്തം അമ്മ തന്നെ കുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് മറ്റൊരു രീതിയിൽ തന്നെ നമ്മളത് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാം. അപ്പൊ പ്രസവാനന്തര വിഷാദം വരികയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ട് അമ്മയ്ക്ക് സ്വയം ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. അത് തന്നെയല്ല പ്രസവാനന്തരമുള്ള സൈക്കോസിസ്. അപ്പോൾ അത്തരം സാഹചര്യം അങ്ങനെ കുട്ടിയെ കൊന്നുകളയാം. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺമാരിഡ് ആയിട്ടുള്ള സ്ത്രീകൾ, അതായിരിക്കാം ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത്, അൺമാരിഡ് ആയിട്ടുള്ള സ്ത്രീകൾ കുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊന്നു കളയുന്ന അനുഭവങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ കേൾക്കുകയുണ്ടായി. അതിന്റെയൊക്കെയും കാരണം അവർക്കത് എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്, അതനുസരിച്ചിട്ട് അവർ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ ആ സ്വാതന്ത്ര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അറിവില്ലായ്മ കുട്ടികൾക്കുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പ്രഗ്നൻസി വരികയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഡെലിവറിയിലേക്ക് അത് എത്തപ്പെടുകയോ ചെയ്യുമ്പോൾ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പക്ഷേ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവര് ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു. കാരണം നാളെ ഒരു ജീവനാണ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അവര് പലരോടെയും ആൻസറബിൾ ആണ്, നിയമം ഉൾപ്പെടെ പലരോടെയും ആൻസറബിൾ ആണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് എങ്ങനെ ആ സാഹചര്യത്തെ മറികടക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ സാഹചര്യം ഉണ്ടാകാത്ത രീതിയിൽ തുടക്കത്തിൽ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള അറിവില്ലായ്മ ഒരു പ്രധാന കാരണം തന്നെയാണ്. തീർച്ചയായും. അതോടൊപ്പം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുനർവിവാഹ കേസുകളിലാണ് ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. സ്വന്തം രക്തബന്ധത്തിലല്ലാത്ത കുട്ടികളോട് ഈ രീതിയിൽ ക്രൂരത കാണിക്കുന്ന, അതായത് കുഞ്ഞുങ്ങളെ ലൈംഗികമായി, പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന രണ്ടാനച്ഛന്മാരെ കുറിച്ചുള്ള വാർത്തകൾ, ഇതുപോലെ മക്കളെ പീഡിപ്പിക്കുന്ന, കൊലപ്പെടുത്തുന്ന രണ്ടാനമ്മമാരുടെ വാർത്തകളൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. ഒരു വിവാഹത്തിന് മുൻപ് ഇതുപോലുള്ള സംഭവങ്ങൾ, ഈ പുനർവിവാഹം ഉണ്ടാകും. പക്ഷെ സ്വന്തം മക്കളെ പോലെ തന്നെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മക്കളെ നന്നായിട്ട് നോക്കുന്ന പല ദമ്പതികളുമുണ്ട്, നന്നായിട്ടും ജീവിക്കുന്നവരുണ്ട്. സ്വന്തം അച്ഛനെയും അമ്മയെ പോലെ തന്നെ സ്വന്തം മക്കളെ പോലെ കരുതി ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളെ നമ്മുടെ പരിചയത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെയുള്ള ക്രൂരതകൾ വർദ്ധിക്കുന്നത്? ഈ പുനർവിവാഹം, ആ വിവാഹ ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കുഞ്ഞുങ്ങളൊരു ബാധ്യതയൊക്കെ ആകുന്നതൊക്കെയുമായിരിക്കുമോ ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? പുനർവിവാഹത്തിന്റെ കാരണം എന്തെന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഏറ്റവും അധികമായിട്ടുള്ളത്. ഇപ്പം ഭാര്യ മരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തിലുള്ള പുനർവിവാഹമാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അവരുടെ കൈ നിൽക്കുന്നതായിരുന്നില്ല. അത് അവരുടെ വിധിയായതുകൊണ്ട് തന്നെ അവര് ആ തരത്തിൽ പാർട്ട്ണറെ നഷ്ടപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവർക്ക് കുറെ കൂടെ അഡ്ജസ്റ്റ്മെന്റ് കപ്പാസിറ്റി കൂടുതലാണ്. മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇണങ്ങിച്ചേരാനും ദൃഢമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി ഉള്ളവർ തന്നെയാണ്. പക്ഷെ സാഹചര്യം കാരണം അവർക്ക് തന്റെ പാർട്ട്ണറെ, പങ്കാളിയെ നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. നേരെ മറിച്ച്
ചില സ്വഭാവത്തിൻ്റെതായിട്ടുള്ള തകരാറ് മൂലം അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ മൂലം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പെരുമാറ്റ പ്രശ്നങ്ങൾ മൂലം മറ്റ് മാനസിക പ്രശ്നങ്ങൾ മൂലം ലഹരി ഉപയോഗം മൂലം ഇത്തരം കാരണങ്ങൾ കൊണ്ടുള്ള പുനർവിവാഹമാണെന്നുണ്ടെങ്കിൽ അവര് ആദ്യത്തെ ബന്ധത്തിൽ പോലും അവർക്കൊരു ദൃഢമായ ബന്ധം കൊണ്ടുപോകാൻ കെൽപ്പില്ലാത്തവരാണ് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അപ്പം അതേ വ്യക്തികൾ തന്നെ അവരുടെ അത്തരം നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ റെക്ടിഫൈ ചെയ്യാതെ അതിന് വേണ്ടുന്ന രീതിയിലുള്ള പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്ത് അത് കൈകാര്യം ചെയ്ത് പോകാതെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ഈ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യത്തെ വിവാഹം വേർപെട്ടത് പോലും വല്ല ഡൊമസ്റ്റിക് വയലൻസോ അല്ലെങ്കിൽ ലഹരി ഉപയോഗമോ ഇതുപോലെ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണമോ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആദ്യത്തേത് തന്നെ ഒരു ബ്രോക്കൺ മാരേജിലേക്ക് പോയത്. അപ്പൊ അതേ വ്യക്തികൾ അതിന് പരിഹാരം കാണാതെ രണ്ടാമത്തെ ഒരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർ അൺഫിറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മാരേജ് എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ അൺഫിറ്റ് ആണ്. പക്ഷെ അവർ അൺഫിറ്റ് ആണെന്നുള്ള റിയലൈസേഷൻ ഇല്ലാതെ അവർ വീണ്ടും മറ്റു തരത്തിലുള്ള ഒരു പുനർവിവാഹത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സഫർ ചെയ്യുന്നത് കുട്ടികൾ തന്നെയായിരിക്കും. പ്രത്യേകിച്ചും ആദ്യ ബന്ധത്തിലുള്ള കുട്ടികളായിരിക്കും ഏറ്റവും അധികം സഫർ ചെയ്യുന്നത്. അത് തന്നെയല്ല, ഇത്തരം രീതിയിൽ പുനർവിവാഹം കഴിച്ചവരുടെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവർക്ക് കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് തീരെ കുറവായിരിക്കും. കാരണം അവർ സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം സ്വാർത്ഥതയ്ക്ക് അല്ലെങ്കിൽ വീട്ടുകാരോടൊന്നും ആലോചിക്കാതെ എടുത്ത് ശരിയാണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യം പക്ഷെ നേരെ ചൊവ്വെ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അവർക്ക് ബാക്കിയുള്ള കുടുംബാംഗങ്ങളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഒക്കെ സാധാരണ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നത് പോലെ ഇവരുടെ കുട്ടികൾക്കോ ഇവർക്കോ സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഒരു സേഫ് സോണിലേക്ക് മാറ്റാനോ പോലും സാധാരണഗതിയിൽ ആരും കാണത്തില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവരുടെ ഇടയിലേക്ക് ആരും എത്തിപ്പെടാറ് പോലുമില്ല, അവർ തലയിടാറ് പോലുമില്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം അനുസരിച്ച്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നിരപരാധികളായിട്ടുള്ള കുട്ടികൾ വിക്ടിംസ് ആകാറുണ്ട്. അത് സർവ്വസാധാരണമാണ്. അപ്പോൾ റിസീവിംഗ് എൻഡിൽ എപ്പോഴും ഈ ആദ്യത്തെ വിവാഹത്തിലുള്ള കുട്ടികളാകാനുള്ള സാധ്യത ഏറെയാണ്. യെസ്, വ്യക്തമാണ്. വളരെയധികം നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ, മനഃശാസ്ത്രജ്ഞ ഡോക്ടർ എൽസി ഉമ്മനാണ് നിലപാടുകൾ അഭിപ്രായം രേഖപ്പെടുത്തിയത്. വളരെ വിലപ്പെട്ട ചില നിർദ്ദേശങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പലപ്പോഴും ഇതുപോലുള്ള തകർന്ന കുടുംബങ്ങളിൽ, ദാമ്പത്യ ബന്ധത്തിലൊക്കെ തകർച്ചയുള്ള കുടുംബങ്ങളിലൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ പതിവായി ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളുടെ മേൽ പക്ഷേ ഈ രീതിയിൽ ക്രൂരത കാണിക്കുന്നത് ഒരു കാരണവശാലും പൊറുക്കാനാകാത്ത, മാപ്പർഹിക്കാത്ത തെറ്റാണ്. അതിൻ്റെ തെളിവാണ് കുമളിയിലെ ഷെഫീഖ് എന്ന 5 വയസ്സുകാരനോട് കാട്ടിയ ക്രൂരത. ഈ കേസിൽ ഷെഫീഖിൻ്റെ അച്ഛനും രണ്ടാനമ്മയും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം വിധി പ്രഖ്യാപിക്കും.